ഹായ് സ്റ്റുഡൻസ്. അപ്പം നമ്മള് ഏരിയ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഏരിയയുമായി ബന്ധപ്പെട്ട ചില കൺസ്ട്രക്ഷൻസ് പഠിച്ചായിരുന്നു അല്ലെ. ഇന്ന് വീണ്ടും അതിന്റെ തുടർച്ചയായിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റ് പേജ് നമ്പർ 12 കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഇന്ന് അത് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് നേരത്തെ പഠിച്ച തിയറുമായി ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻസ് തന്നെയാണ് വീണ്ടും വരുന്നത്. എന്തായിരുന്നു തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ബേസ് ആൻഡ് ബിറ്റ്വീൻ ദ സെയിം പാർട്സ് ഹാവ് ദ സെയിം ഏരിയ. അതായിരുന്നു നമ്മുടെ തിയറം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻസ്. ഓക്കെ, നമുക്ക് പേജ് നമ്പർ 12 ആ തേർഡ് ക്വസ്റ്റ്യൻ നോക്കി. എന്താ പറഞ്ഞേക്കുന്നേ? ഡ്രോ എ സർക്കിൾ ആൻഡ് എ ട്രയാങ്കിൾ വിത്ത് വൺ വെർട്ടെക്സ് അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദ അതർ ടു ഓൺ ദി സർക്കിൾ. Draw another triangle of the same area with all three vertices on the circle. എന്താ പറയാ, നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. ഡ്രോ എ സർക്കിൾ ആൻഡ് എ ട്രയാങ്കിൾ വിത്ത് വൺ വെർട്ടെക്സ് അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദി അതർ ടു ഓൺ ദി സർക്കിൾ. അപ്പൊ നമുക്കൊരു സർക്കിളും ഒരു ട്രയാങ്കിളും വരയ്ക്കണം. എന്താ പ്രത്യേകത? സർക്കിളില് അകത്ത് വരയ്ക്കുന്ന ട്രയാങ്കിളിനകത്ത്, അല്ലെങ്കിൽ സർക്കിൾ അകത്തുനിന്ന് പറഞ്ഞിട്ടില്ല അവര്, ഒരു സർക്കിൾ വരയ്ക്കണം, പിന്നെ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സിൽ ഒരു വെർട്ടെക്സ് സർക്കിളിന്റെ സെന്റർ ആയിരിക്കണം. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? പിന്നെ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ബാക്കി 2 സർക്കിളിലും ആയിരിക്കണം. ഇതാണ്. അപ്പൊ നമുക്ക് ആദ്യം ആ ട്രയാങ്കിളും സർക്കിളും ഒന്ന് വരയ്ക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അപ്പോ ഞാനൊരു സർക്കിള് ഞാനൊരു സർക്കിൾ വരച്ചു. അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. സർക്കിളിനകത്ത് എന്ത് ചെയ്യണം? ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. സെന്റർ ഇതാണ്. അപ്പൊ ഒരു വെർട്ടെക്സ് സെന്റർ ആയിട്ട് ബാക്കി 2 വെർട്ടെക്സ് സർക്കിളിലുള്ള രീതിയിൽ ഒരു ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ചോളുക. ഓക്കെ, ഇതാണ്. ഞാൻ O സെന്റർ ആക്കി ഒരു സർക്കിൾ വരച്ചു. AB. നോക്കി, AOB എന്ന് പറയുന്ന ട്രയാങ്കിൾ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? നോക്കി, അതിന്റെ ഒരു വെർട്ടെക്സ് എവിടെയാണ്? സെന്ററിലാണ്. O എന്ന് പറയുന്ന സർക്കിളിന്റെ സെന്റർ ആണ്. അതാണ് ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ്. ബാക്കി 2 വെർട്ടെക്സും എവിടെയാണ്? ഓൺ ദ സർക്കിൾ ആണ്. സർക്കിളിലെ പോയിന്റ്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ ട്രയാങ്കിളിന്റെ ഇനി എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഡ്രോ അനദർ ട്രയാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ വിത്ത് ഓൾ 3 വെർട്ടിസസ് ഓൺ ദി സർക്കിൾ. നമുക്ക് ഇതേ ഏരിയ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കണം. അത് നമുക്കറിയാം. ഏതെങ്കിലും ബേസിനെ കാണാം പാരലൽ വരച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഈ AOB എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. പക്ഷെ കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സും എവിടെയായിരിക്കണം? സർക്കിളിലായിരിക്കണം. ഇവിടെയോ? ഇവിടെ നോക്കിയ 2 വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ സർക്കിളില്. ബാക്കി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വരയ്ക്കേണ്ട പുതിയ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സും എവിടെയായിരിക്കണം? സർക്കിളിലായിരിക്കണം. അത് എങ്ങനെയാണ് വരയ്ക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. ഇവിടെ ഓൾറെഡി 2 വെർട്ടെക്സ് എന്ത് ചെയ്യുന്നുണ്ട്? സർക്കിളിലുണ്ട്. ഞാൻ ആ ABക്ക് പാരലൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോളുക. എങ്ങനെയാ പാരലൽ വരയ്ക്കുന്നത്? അപ്പം ആദ്യം ഞാൻ ഈ ട്രയാങ്കിളില് ABക്ക് ചേർത്തിട്ട്, ആ ബേസിന് ചേർത്തിട്ട് സെറ്റ് സ്ക്വയർ വെച്ചു. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്കെയിൽ വെച്ചു. ഇതൊക്കെ മൂവ് ചെയ്യിപ്പിച്ച് എനിക്ക് അതേക്കുള്ള വരയ്ക്കുന്നത് ഞാൻ തേർഡ് വെർട്ടെക്സ് ആയിട്ടുള്ള ഓയിലൂടെ എന്ത് ചെയ്തു? ഈ പറഞ്ഞിരിക്കുന്ന പാരൽ ഇത്രയും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ബേസിന് പാരലാണ്. ഇനി എയിൽ നിന്നും ബിയിൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന പാരൽ ലൈനിലെ ഏത് പോയിന്റിലേക്ക് വരച്ചാലും എനിക്ക് കിട്ടുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? AOB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. ഞാനിപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചെന്നിരിക്കട്ടെ. പക്ഷേ പ്രശ്നം എന്താ? ആ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സും ഞാൻ ഈ ഒരു പോയിന്റിലേക്കാണ് വരയ്ക്കുന്നതെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഞാൻ P എന്നതാണ് എടുത്ത് ഇങ്ങോട്ട് വരച്ചുകൊണ്ടിരിക്കട്ടെ.
അപ്പോ എ പി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടും. ഏരിയ എ ഒ ബിക്ക് സെയിം ആയിരിക്കും. പക്ഷെ പി എന്ന് പറയുന്ന വെർട്ടെക്സ് സർക്കിളിലാണോ? അല്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, നമ്മൾ ആ വരയ്ക്കേണ്ടത് ഈ ലൈനിലെ ഏതെങ്കിലും പോയിന്റും ആയിരിക്കണം, അത് സർക്കിളും ആയിരിക്കണം. അങ്ങനെ ഏതൊക്കെ പോയിന്റ്സ് ഉണ്ട്? ഓക്കെ, ഏതാണ്ട് ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ രണ്ട് പോയിന്റിലെ ഏത് പോയിന്റിലേക്ക് വരച്ചാലും നമുക്ക് എന്ത് കിട്ടും? ആൻസർ. ബിയിൽ നിന്ന് ഇങ്ങോട്ടും എയിൽ നിന്ന് ഇങ്ങോട്ടും വരച്ച ആൻസർ ആണ്. തിരിച്ച് എ ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആൻസർ ആണ്. ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ചെയ്താൽ മതി. നമുക്ക് ഒരെണ്ണം വരച്ചാൽ. ഞാൻ തൽക്കാലം ഈ പോയിന്റിലേക്ക് വരയ്ക്കുന്നു. നോക്കിക്കോളാ. ഓക്കെ, ഇനി അത് എയുമായിട്ട് കണക്ട് ചെയ്തു. എന്താ പ്രത്യേകത? ഞാൻ ഈ പോയിന്റ് പി എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഒ ബി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി ബി. എ ഒ ബിയുടെ നമ്മൾ ആ ഇനിഷ്യൽ ട്രയാങ്കിൾ എ ഒ ബിയുടെയും ഇപ്പൊ കിട്ടിയ ട്രയാങ്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? എ പി ബിയുടെയും ഏരിയ ഈക്വൽ ആണ്. ഇനി എ പി ബി അവർ പറഞ്ഞ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ നോക്കിയേ. അപ്പൊ ഏരിയ ഈക്വൽ ആയി. ഇനി എ പി ബിയുടെ 3 വെർട്ടെക്സ് നോക്കിയേ. ഒരു വെർട്ടെക്സ് എ, ഒരു വെർട്ടെക്സ് പി, ഒരു വെർട്ടെക്സ് ബി. എ എവിടെയാ? സർക്കിളിനകത്താ. പി എവിടാ? സർക്കിളിലാ. ബിയും എവിടെയാണ്? സർക്കിളാണ്. പിടികിട്ടിയോ? ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ എ പി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? ആൻസർ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ. പിടികിട്ടിയോ? ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ പറഞ്ഞേക്കുന്നേ? ഹൗ മെനി ഡിഫറെന്റ് നോൺ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് can you draw with 2 sides 8 centimeter and 6 centimeter and area 12 square centimeter? What if the area is to be 24 square centimeter? Okay, നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? അവര് പറഞ്ഞേക്കുന്നത് നമുക്ക് ഒരു ട്രയാങ്കിൾ അല്ല, 8 സെന്റിമീറ്റർ അതുപോലെ 6 സെന്റിമീറ്റർ ഇത് സൈഡ്സ് വരുന്ന എത്ര നോൺ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് വരയ്ക്കാം? ഇതിപ്പോ 8ഉം 6ഉം വരുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വരയ്ക്കാൻ അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? രണ്ട് സൈഡ്സ് 8ഉം 6ഉം അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 12 സ്ക്വയർ സെന്റിമീറ്ററും ആയിരിക്കണം. ഈ 3 കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് 2 സൈഡ്സ് 8, 6 അതുപോലെ ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്റർ ഇത് വരുന്ന എത്ര ഡിഫറെന്റ് നോൺ കോൺഗ്രുവന്റ് ആയിട്ടുള്ള ഈക്വൽ അല്ലാത്ത എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ സാധിക്കും? ഇതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, നോക്കാം എങ്ങനെ ചെയ്യാം. ഇത് വരയ്ക്കുന്നതിന് മുൻപായിട്ട് നോക്കി എങ്ങനെയാണ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ ബേസ് ഇത് ഹൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹാഫ് ബി എച്ച് അല്ലേ ഏരിയ? ഇതിൽ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ്. ആ ബി ആയിട്ട് എനിക്ക് ഇവിടെ ഏതെടുക്കാം? ഒന്നുകിൽ 8 സെന്റിമീറ്ററിന് എടുക്കാം, ഇല്ലെങ്കിൽ 6 സെന്റിമീറ്ററിന് എടുക്കാം. അപ്പോ ഞാൻ എടുക്കുന്നത് ലെറ്റ് ബി ഇസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ എടുത്തു. ഞാൻ 8 സെന്റിമീറ്റർ ബി എടുത്താൽ ഹൈറ്റ് എത്ര കിട്ടണമെന്ന് നോക്കാം. അപ്പൊ ഏരിയ അവര് പറഞ്ഞിട്ടുണ്ട് എത്രയാ? 12 സ്ക്വയർ സെന്റിമീറ്റർ ആണോ? അപ്പൊ ഹാഫ് ബി എച്ച് എന്ന് പറയുന്നത് അപ്പൊ എത്രയായിരിക്കും? 12 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കത്തില്ലേ? അപ്പൊ ഹാഫ് ഇൻറ്റു ബിക്ക് വരെ നമുക്ക് എന്താ കൊടുക്കുന്നത്? 8 അല്ലേ? 8 ഇൻറ്റു എച്ച് ഈക്വൽ ടു എച്ച് നമുക്ക് അറിയത്തില്ല, ഹൈറ്റ് എത്രയാണെന്ന് അറിയത്തില്ല, ഈക്വൽ ടു 12. ഇതൊന്ന് ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 4 കിട്ടും. 4h ഈക്വൽ ടു 12 എന്ന് കിട്ടും. ഇതിനകത്തുനിന്ന് h ഈക്വൽ ടു 12/4 ഈക്വൽ ടു എത്ര കിട്ടും? 3 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ബേസ് ഞാൻ 8 എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് എത്ര കിട്ടണം? 3 സെന്റിമീറ്റർ. ഓക്കെ, നമുക്ക് അങ്ങനെ ഒന്ന് വരച്ച് നോക്കാം ഈ പറഞ്ഞ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്ന്. അപ്പൊ ബേസ് 8ഉം ഹൈറ്റ് 3ഉം ആക്കിക്കൊണ്ട് ഞാൻ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാം. ബേസ് 8ഉം ഹൈറ്റ് 3ഉം ആക്കിക്കൊണ്ട് ഒക്കെ നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ 8 സെന്റിമീറ്റർ ബേസ് വരയ്ക്കുന്നു. ബേസ് എത്രയാണ്? 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ ആയിട്ട് എന്ത് വരച്ചു? ബേസ് വരച്ചു. ഇനി ഹൈറ്റ് എത്ര വേണമെന്നാ പറഞ്ഞേക്കുന്നത്? ബേസ് 8 ആകുമ്പോ ഹൈറ്റ് എത്ര വേണമെന്ന് പറഞ്ഞാൽ 3 വേണം. എങ്കിലല്ല ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3 ആണ് നമുക്ക് എത്ര കിട്ടുന്നത്? 12. എങ്കിലേ ഏരിയ എത്ര ആവത്തുള്ളൂ? 12 സ്ക്വയർ സെന്റിമീറ്റർ കിട്ടത്തുള്ളൂ. അപ്പം ഹൈറ്റ് 3 എടുക്കാൻ പോവാണ്.
അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, കൃത്യമായിട്ട് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ആ പെർപെൻഡിക്കുലർ അപ്പൊ ഡോട്ട് ലൈനിൽ കാണിച്ചാൽ മതി, നമുക്ക് ചിലപ്പം അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഹൈറ്റ് നമുക്ക് 3 സെന്റിമീറ്റർ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3 സെന്റിമീറ്റർ ഹൈറ്റ് കോമ്പസിലെടുത്താണ് കാണിക്കേണ്ടത്. തൽക്കാലം അതാങ്ങ് വരയ്ക്കുകയാണ്. അപ്പൊ ഇത്രയും എത്രയാണ്? 3 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ചെയ്യേണ്ടത് ഈ 8ന് പാരലായിട്ട് ഈ 3യിൽ കൂടി എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുകയാണ്. നോക്കണം, 8ന് പാരലായിട്ട് 3യിലൂടെ ആദ്യം 8 വെച്ചു, അതിന് പാരലായിട്ട് ഓക്കെ 8ന് പാരലായിട്ട് 3യിലൂടെ ഒരു ലൈൻ ഒന്നുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങ് വരച്ചു. ഓക്കെ ആണല്ലോ. ഇതിപ്പോ 8ന് പാരലാണ്. അപ്പൊ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇപ്പോഴും നമുക്ക് ട്രയാങ്കിൾ ആയിട്ടില്ല. ഇനി നമ്മൾ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സൈഡ് എത്ര വേണം? ഒരു സൈഡ് 8. ഇനി ഇതിനകത്തോട്ട് ഏത് ട്രയാങ്കിൾ വരച്ചാലും അതിന്റെ ഏരിയ എത്രയേ കിട്ടത്തുള്ളൂ? 12 കിട്ടുള്ളൂ. കാര്യം എന്താ? ബേസ് 8 ആയി, ഹൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? 3 ആയി. ബേസും ഹൈറ്റ് ഫിക്സഡ് ആയി. ബേസ് നമ്മള് 8 എടുത്തു, ഹൈറ്റ് എത്ര എടുത്തു? 3 എടുത്തു. അപ്പൊ ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോ എത്ര ആയിട്ടെന്താ? ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3 ചെയ്യുമ്പോ എത്ര കിട്ടും? ക്യാൻസൽ ചെയ്താൽ 12 എന്ന് കിട്ടും. അപ്പൊ ഇതിനകത്ത് ഇനിയിപ്പോ ഏത് പോയിന്റിലേക്ക് വരച്ചാലും നമുക്ക് കിട്ടുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 12 ആയിരിക്കും. അതിന് മാറ്റമൊന്നുമില്ല. ഈ കണ്ടീഷൻ അങ്ങ് സാറ്റിസ്ഫൈ ചെയ്തു. ഇനിയിപ്പോ 8 ആയി, ഏരിയ 12 ആയി. ഇനിയിപ്പോ വരാൻ കിടക്കുന്ന ഏതാ? 6 അല്ലയോ? ആ 6 എന്ത് ചെയ്യണം? ഞാൻ ആ 6 അങ്ങ് കോമ്പസിൽ എടുക്കാണ്. 6 കോമ്പസിൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വരയ്ക്കുന്നു. 6 കോമ്പസിൽ എടുത്തിട്ട് ഞാൻ ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, 6 കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് വരച്ചു. ഓക്കെ ആണല്ലോ. 6 കോമ്പസിൽ എടുത്ത് ആർക്ക് വരച്ച് ട്രയാങ്കിൾ ശ്രദ്ധിച്ചേ. ഓക്കെ ആണല്ലോ. നോക്കി, ബേസ് 8, ഹൈറ്റ് ഇതായി. ഇത് നമ്മൾ എത്ര വരച്ചത്? ഹൈറ്റ് നമ്മള് 3 സെന്റിമീറ്റർ ആയിരുന്നു, അതിവിടെ വയ്ക്കട്ടെ. ഇതിപ്പോ 6 സെന്റിമീറ്റർ. അപ്പൊ പറഞ്ഞ എല്ലാ കണ്ടീഷനും ആയി. രണ്ട് സൈഡ്സ് 8, 6 വീതം വന്നു. എന്നിട്ട് അടുത്ത് എന്ത് ചെയ്തു? ഇനി 6 ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാൽ ഈ സെയിം ട്രയാങ്കിൾ തന്നെ കിട്ടത്തുള്ളൂ. അത് മാറ്റമൊന്നുമില്ല. അത് കോൺഫിഡന്റ് ആയിപ്പോ. 6 ഇവിടുന്ന് വരച്ചാലും ഇവിടുന്ന് വരച്ചാലും, അതായത് ഈ ട്രയാങ്കിൾ നേരെ എടുത്ത് തിരിച്ചു വെക്കുന്നതിന് തുല്യമായിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ട്, എടുത്ത് പറഞ്ഞിട്ടുണ്ട് നോൺ കോൺഗ്രുവന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 6. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി. അടുത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ശരി, ഇനി ഇപ്പൊ ഞാൻ ഇവിടെ 6 തൽക്കാലം വരച്ചങ്ങ് നിർത്തിയായിരുന്നു. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കി, ഞാൻ ആ വീണ്ടും ആ 6 ലെങ്ത് ഒന്ന് എടുക്കുകയാണ്. ഇതല്ലായിരുന്നു നമ്മുടെ 6 എന്ന് പറയുന്ന ലെങ്ത്. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ആർക്ക് വരച്ചില്ലയോ? നേരെ മറിച്ച് ഈ ആർക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് എക്സ്റ്റെൻഡ് ഇങ്ങോട്ട് അങ്ങ് വരച്ചുകൊണ്ടിരിക്കട്ടെ. ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ടും എത്ര തന്നെയാ? 6 തന്നെയല്ലേ? അങ്ങനെ വരയ്ക്കരുതെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? അങ്ങനെ ഒരു നിയമവും ഇല്ല. അപ്പം അതും കൂടെ നമുക്കൊന്ന് വരച്ചു നോക്കാം. ട്രയാങ്കിൾസിന്റെ ഷേപ്പിനങ്ങനെ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ, എന്തെങ്കിലും ഒരുപോലെ ഇരിക്കുകയാണോ എന്ന് നോക്കാം. ഓക്കെ, മറ്റൊരു ട്രയാങ്കിൾ കിട്ടി. ഈ രണ്ട് ട്രയാങ്കിളും കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഒരുപോലെ ഇരിക്കുകയല്ല. ഇതിന്റെ ഈ സൈഡും എത്രയാണ്? 6 സെന്റിമീറ്റർ. ഓക്കെ, ആ ട്രയാങ്കിൾ പ്രത്യേകം നോക്കി, അതിന്റെ ബേസ് 8 തന്നെയാണ്, ഹൈറ്റ് എത്ര തന്നെയാണ്? 3 തന്നെയാണ്. അപ്പൊ ബേസ് 8ഉം ഹൈറ്റ് 3 ആക്കി നമ്മൾ 6 നോക്കിയപ്പോ 2 ട്രയാങ്കിൾസ് ഇവിടെ കിട്ടി. എത്ര ട്രയാങ്കിൾസ് കിട്ടി? 2 ട്രയാങ്കിൾസ് കിട്ടി. കാണാൻ ഒരുപോലെയാണോ? ആ ഫിഗറിനകത്ത് ഒരു ട്രയാങ്കിൾ കണ്ടിട്ട് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ വിട്ടിരിക്കുന്നു, മറ്റൊരെണ്ണം ഒബ്റ്റ്യൂസ് ആംഗിളിന്റെ വിട്ടിരിക്കുകയാണ്. അപ്പം നല്ല വേരിയേഷൻ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട്. അപ്പൊ ഇവിടെ കിട്ടിയ 2 ട്രയാങ്കിൾസും ഡിഫറന്റ് അല്ലേ? നോൺ കോൺഗ്രുവന്റ് അല്ലേ? അപ്പൊ അവർ ഈ പറഞ്ഞ കണ്ടീഷൻ 8 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, ഏരിയ 12 വരുന്ന എത്ര ട്രയാങ്കിൾസ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്? 2 ട്രയാങ്കിൾസ്. എന്താണ് നമ്മൾ ബേസ് 8 അല്ലേ എടുത്തത്? ഇനി ഇതേ ബേസ് ഈ ഫിഗർ ഒക്കെ ആണല്ലോ. ഇപ്പൊ ഓൾറെഡി 2 ട്രയാങ്കിൾ നമുക്ക് റിസർവിൽ അങ്ങ് നിർത്തിയേക്കാം.
അപ്പൊ നമ്മുടെ ആൻസറിനകത്ത് ഇപ്പൊ 2 ട്രയാങ്കിൾ ഓൾറെഡി ഉണ്ട്. ഓക്കെ ആണല്ലോ? ശരി, ഇനി ബേസ് നമ്മളൊന്ന് മാറ്റാൻ പോവാം. ബേസ് ഈക്വൽ ടു നമ്മൾ 6 സെന്റിമീറ്റർ എടുക്കാന്നിരിക്കട്ടെ. ബേസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ഏരിയക്ക് മാറ്റമൊന്നുമില്ല. ഏരിയ ഇസ് ഈക്വൽ ടു എത്രയായിരുന്നു അവർ പറഞ്ഞിരിക്കുന്നത്? 12 വേണോന്നാ. 12 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ? 12 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ഹാഫ് ബി എച്ച് ഇസ് ഈക്വൽ ടു 12 കിട്ടും എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഇവിടുത്തെ ബേസ് 6 അല്ലേ, 6 ഇൻറ്റു എച്ച് ഇസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 ആണ്. 3h എന്ന് പറയുന്നത് 12 കിട്ടും. ഇതിനകത്ത് നിന്ന് h is equal to 12/3 which is equal to എത്രയാണ്? 4 സെന്റിമീറ്റർ എന്നും കിട്ടും. എച്ചിന്റെ വില എത്ര കിട്ടും? 4 സെന്റിമീറ്റർ. എന്ന് പറഞ്ഞാല് ബേസ് നമ്മൾ 6ഉം ഹൈറ്റ് 4ഉം ആക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? 8 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കണം. അപ്പോഴും 2 ട്രയാങ്കിൾസ് കിട്ടും. അപ്പൊ ആദ്യം 2 എണ്ണം, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ബേസ് 6ഉം ഹൈറ്റ് 4ഉം ആക്കിക്കൊണ്ട് നമ്മൾ പാരൽ വരച്ചു. എന്നിട്ട് 8 കോമ്പസിലെടുത്ത് നമ്മൾ നേരത്തെ ചെയ്തതിലോട്ട് ആർക്ക് വരച്ചു. അപ്പോഴും കിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? 2 ട്രയാങ്കിൾസ് കിട്ടും. അങ്ങനെ ആ 2 കൂടെ എത്ര ട്രയാങ്കിൾസ് ആണ്? 4 ട്രയാങ്കിൾസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടും എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതങ്ങനെയല്ല. കാര്യം നമ്മുടെ ഫൈനൽ റിസൾട്ട് 2 തന്നെയാണ്. അതെന്താണ് അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞ 6 എടുത്തിട്ട് ഹൈറ്റ് 4 വെച്ചിട്ട് നിങ്ങൾ 8 വെച്ചിട്ട് വരച്ചു നോക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ 2 ട്രയാങ്കിൾ കിട്ടും. ആ കിട്ടുന്ന 2 ട്രയാങ്കിൾ നമ്മൾ ആദ്യം ബേസ് 8 വെച്ചുകൊണ്ട് ട്രയാങ്കിൾ വരച്ചില്ലേ, അതിന് ഈക്വൽ ആയിരിക്കും, കോൺഗ്രുവന്റ് ആയിരിക്കും. അപ്പോ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിലൊക്കെ ഇരിക്കല്ലോ, നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ കാണുമല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ മെഷർമെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം 6ഉം എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ ഹൈറ്റ് 4ഉം വെച്ചുകൊണ്ട് അടുത്ത സൈഡ് 8 എടുത്തുകൊണ്ട് നിങ്ങൾ ട്രയാങ്കിൾ വെച്ചിട്ട് ആ ട്രയാങ്കിൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതേപോലെ നമ്മൾ ആദ്യം വരച്ച രീതിയിലുള്ള ട്രയാങ്കിൾ ബേസ് 8 ഹൈറ്റ് 3യും വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന 2 ട്രയാങ്കിൾസ് അതും നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. എടുത്തിട്ട് ആദ്യം കിട്ടിയ എന്ത് ചെയ്യുന്നുണ്ട്? ബേസ് 8 ആക്കിയ ട്രയാങ്കിൾസിനെ ഒരുമിച്ച് നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബേസ് 6 ആക്കിയ ട്രയാങ്കിളെ വേറെ നോക്കുക. എന്നിട്ട് അതിലെ ഒരെണ്ണം എടുത്ത് ഇതിനോട് ചേർത്ത് വെച്ച് നോക്കുക. കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു രീതിയിലെങ്കിലും ചേർത്തിരിക്കും. ഒരെണ്ണം മറ്റൊരെണ്ണമെങ്കിലും കൃത്യമായി ചേർന്നിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ട്രയാങ്കിൾസ് അല്ലേ ഈക്വൽ ട്രയാങ്കിൾസ്? അങ്ങനെയുള്ള ഫിഗേഴ്സിനെ അല്ലേ നമ്മൾ ഈക്വൽ ഫിഗേഴ്സ് എന്ന് വിളിച്ചത്? അപ്പോ അവിടെ നോക്കിയേ. അപ്പോ അത് നമുക്ക് മറ്റ് 2 ട്രയാങ്കിൾസ് കിട്ടിയാലും ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഫൈനൽ റിസൾട്ട് ആയിട്ട് നോൺ കോൺഗ്രുവന്റ് എന്ന് അവർ എടുത്തു പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എത്രയേ കിട്ടത്തുള്ളൂ? 2 ട്രയാങ്കിൾസേ കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 2 സൈഡ്സ് 8 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, ഏരിയ 12 വരുന്ന എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റുന്ന ചോദിച്ചാൽ നമ്മുടെ റിസൾട്ട് എത്രയാണ്? 2 ട്രയാങ്കിൾസ്, നോൺ കോൺഗ്രുവന്റ് ആയിട്ടുള്ള 2 ട്രയാങ്കിൾസേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ശരി, ഇതിന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടെ അവർ ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സൈഡ്സ് ഇത് തന്നെ നിർത്തിയിട്ട് ഏരിയ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏരിയ 12ന് പകരം ഒരു 24 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് 8, 6 ഏരിയ എന്ന് പറയുന്നത് 24. ഓക്കെ ആണല്ലോ? അന്നേരം ഞാൻ ബേസ് 8 എടുക്കാന്നിരിക്കട്ടെ. അപ്പൊ ബേസ് ഈക്വൽ ടു 8 എടുത്തു. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് 24 ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു അല്ലെങ്കിൽ ഹാഫ് ബി എച്ച് എന്ന് പറയുന്നത് 24 ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 24 കിട്ടും. ക്യാൻസൽ ചെയ്ത് അവിടെ 4 ആണ്. 4h എന്ന് പറയുന്നത് 24 ആണ്. h is equal to എത്ര കിട്ടും? 24/4 which is equal to 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ബേസ് 8 ആക്കി കഴിഞ്ഞാൽ ഹൈറ്റ് കിട്ടിയത് എത്രയാണ്? 6. ഓക്കെ, ബേസ് നമ്മൾ 8 എടുത്തു എന്നിരിക്കട്ടെ. ഞാൻ ഇപ്പൊ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഡെമോ കാണിച്ചേക്കാം. 8 എടുത്തു. അപ്പൊ ഹൈറ്റ് നമ്മൾ ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ അതിന്റെ ഹൈറ്റ് എത്ര ഇടണം? 6 എടുക്കണം. ഓക്കെ ആണല്ലോ? ഇവിടെ ഓൾറെഡി 6 വന്നു. നമുക്ക് വരയ്ക്കേണ്ട അടുത്ത സൈഡ് ഏതാ? 6 അല്ലേ? ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓൾറെഡി 6 വന്ന സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ വരയ്ക്കാന്ന് മാത്രമേ നിവർത്തിയുള്ളൂ. കാര്യം ഇനി ഇവിടുന്ന് ഇങ്ങോട്ടോ ഇതിന് പാരൽ വരച്ചിട്ട് ഇതിനകത്തൂടെ പാരൽ വരച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടോ പോകും തോറും ആ ലെങ്ത് 6ൽ കൂടുതൽ വരും. എന്നാൽ 6 വരുന്ന ഒരൊറ്റ കേസേ വരത്തുള്ളൂ. ഇതിന് തൊട്ടിപ്പുറത്ത് വന്നാൽ പോലും 6 പോയിന്റ് സംതിങ് വരും. 6നേക്കാൾ വലുത് വരും. എന്ന് പറയാൻ ഇത്രയും പ്രശ്നം ചെയ്യാൻ ഒന്നുമില്ല. എന്ത് ചെയ്യുന്നുണ്ട്? ബേസ് എടുത്തപ്പം വന്ന ഹൈറ്റ് നമുക്ക് വേണ്ടുന്ന സെക്കൻഡ് സൈഡായിരുന്നു. തിരിച്ച് നിങ്ങൾ ബേസ് 6 എടുത്താൽ ഇത് തന്നെ സംഭവിക്കും. ഇവിടെ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു എച്ച്. അപ്പോ 2ഉം 6 കൂടെ ക്യാൻസൽ ചെയ്ത് 3h ഈക്വൽ ടു 24 എന്ന് കിട്ടും. h ഈക്വൽ ടു 24/3 എന്ത് കിട്ടും? 8 കിട്ടും. അപ്പൊ ബേസ് 8 എടുക്കുമ്പോൾ ഹൈറ്റ് 6 കിട്ടും.
ബേസ് 6 എടുക്കുമ്പോൾ ഹൈറ്റ് എന്ത് കിട്ടും? 8 കിട്ടും. നമുക്ക് വേണ്ടുന്ന ട്രയാങ്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ബേസ് ആക്കി എടുത്താൽ ഹൈറ്റ് കിട്ടുന്ന അടുത്ത സൈഡാണ് എന്ന് പറഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 8, 6, ഏരിയ 24 വരുന്ന എത്ര ട്രയാങ്കിൾസേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ? ഒറ്റ ഒരെണ്ണേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു ട്രയാങ്കിൾ ശരിക്കും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ആയിരിക്കും. അത് ചോദിച്ചിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. കാര്യം വെച്ചാൽ നമ്മൾ നേരത്തെ വരച്ചോണ്ടിരുന്നത് എന്തുവായിരുന്നു? ബേസ് 8 എടുത്തു, ഹൈറ്റ് 6 വരച്ചു, പാരൽ വരച്ചു. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് 6 എടുത്ത് നമ്മൾ ആർക്ക് വരയ്ക്കുകയാണെങ്കിൽ 6 എടുത്ത് ആർക്ക് വെച്ചാൽ കൃത്യമായിട്ട് ഇത്രയും 6 ഇല്ലേ? അപ്പൊ ജസ്റ്റ് നമ്മുടെ ആർക്ക് എന്ത് ചെയ്യും? അതുകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കടന്നു പോകത്തേ ഉള്ളൂ. ഒരിക്കലും കട്ട് ചെയ്യത്തില്ല. കട്ട് ചെയ്യണമെങ്കിൽ 6നേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ ഇങ്ങോട്ടും എന്ത് ചെയ്യത്തുള്ളൂ? കട്ട് ചെയ്യത്തുള്ളൂ. അപ്പോ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര ട്രയാങ്കിളേ കിട്ടത്തുള്ളൂ? ഒരു ട്രയാങ്കിൾസേ കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റിന്റെ ആൻസർ ആദ്യത്തെ 2 ട്രയാങ്കിൾ കിട്ടുമെങ്കിൽ ഇവിടെ നോൺ കോൺഗ്രുവന്റ് ആയിട്ടുള്ള ഒരൊറ്റ ട്രയാങ്കിളേ കിട്ടത്തുള്ളൂ. വ്യക്തമായോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കിയേ, അവിടെ ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പിന്നെയും കുറെ ട്രയാങ്കിൾസ് ഉണ്ട്. ആ ഫിഗർ ഒന്ന് വരയ്ക്കാൻ നിങ്ങൾ ആ സമയം കൊണ്ട് ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻസ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫിഗർ പറയുന്നത്. അതിനകത്ത് ഞാനിപ്പോ തൽക്കാലം അവിടെ കളർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് പകരം തൽക്കാലം ഒരു പേര് കൊടുക്കുകയാണ്, ABC. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഈ ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ഞാൻ ഇവിടെ വെർട്ടെക്സുകൾ PQR എന്ന് കൊടുത്തു. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു. ഓക്കെ, എന്താ പറയുന്നത്? ഇൻ ദ പിക്ചർ ബിലോ the lines parallel to each side of the blue triangle through the opposite vertex are drawn to make a big triangle. How many triangles in this picture have the same area as that of the blue triangle? How many of them have the same measure of the blue triangle? Okay, നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ശരിക്കും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിയേ, ഇവിടെ ഒരു ട്രയാങ്കിൾ, നമ്മുടെ ഈ PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് ബ്ലൂ ട്രയാങ്കിൾ ആയിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ ആണല്ലോ? ആ ബ്ലൂ ട്രയാങ്കിൾ വരെ ഞാൻ ട്രയാങ്കിൾ പേര് കൊടുത്തു PQR. അവർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഈ PQR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആയിരുന്നു ശരിക്കും ആദ്യം. ഞാൻ വരച്ചപ്പോ തിരിച്ചായിരുന്നു വരച്ചെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതില് ഓരോ സൈഡിനും, അതായത് PQ, QR, PR, ഇതിനൊക്കെ പാരലായിട്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെ വരച്ചു. PQR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആദ്യം ഇവിടെ ഉണ്ട്. ഇതിന് പാരലായിട്ട് ആദ്യം ഇങ്ങനെ ഒരു സൈഡ് വരച്ചു, ഇതിന് പാരലായിട്ട് ഇങ്ങനെ ഒരെണ്ണം വരച്ചു, ഇതിന് പാരലായിട്ട് വരച്ചു. അപ്പൊ പാരലാണേ ഉള്ളത്. പാരലുകൾ ചേർന്നപ്പോൾ വലിയൊരു ട്രയാങ്കിൾ എന്ത് കിട്ടി? ABC കിട്ടി. ചോദ്യം, PQRന്റെ ഈക്വൽ ഏരിയ ഉള്ള എത്ര ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ട്? അതിനുശേഷം AQ, അതുപോലെ BR, PC ഇതൊക്കെ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. PQRന് ഈക്വൽ ഏരിയ ഉള്ള എത്ര ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ട്? അതിൽ തന്നെ എത്ര ട്രയാങ്കിൾ PQRന്റെ ഏരിയക്ക് ഈക്വൽ ആണ്? സോറി, ഏരിയക്കല്ല, PQRന്റെ മെഷർമെന്റ്സിന് ഈക്വൽ ആയിട്ടുള്ള എത്ര ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ട്? ഇതാണ് ചോദ്യം. നമുക്ക് നല്ലൊരു ചോദ്യമാണ്. ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന അതായത് ചില പാർട്ടുകൾ നമ്മുടെ ഈ ചാപ്റ്ററുമായിട്ട് വളരെ ബന്ധമുണ്ട്, ചിലത് നമുക്ക് മുൻ വർഷങ്ങളിൽ പഠിച്ച കാര്യമായിട്ടുള്ള റിലേഷനും ഉണ്ട്. നോക്കി, ഞാൻ തൽക്കാലം വേണ്ട ഇത്രയും ഭാഗം ഒന്ന് മാറ്റി നിർത്തി. ശരിക്കും ഇതുകൂടെ അങ്ങ് മാറ്റി. ഇത് ഓൾറെഡി നമ്മുടെ ഫിഗറിനകത്ത് ഉണ്ടായിരുന്നു.
ഓക്കെ, നമ്മൾ പഠിച്ച പ്രകാരം ക്യു ആറിന് പാരലായിട്ടല്ലേ അപ്പൊ എ ബി വരച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ ക്യു ആറിന് പാരലായിട്ട് വരച്ചിരിക്കുന്ന എ ബി നമുക്ക് വരയ്ക്കേണ്ടത് ഏതാ? പി ക്യു, സോറി വരയ്ക്കേണ്ടതല്ല, ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ക്യു ആർ അവിടെ നിൽക്കട്ടെ. അവിടെ നമുക്കൊരു ട്രയാങ്കിൾ പി ക്യു ആർ ഉണ്ട്. അവിടെ ക്യു ആർ ബേസ് ആയിട്ട് മറ്റ് രണ്ട് ട്രയാങ്കിൾസും കൂടി ഇല്ലേ? ഏതൊക്കെയാ? ആർ എ ക്യു ഉണ്ട്, ആർ ബി ക്യു ഉണ്ട്. എന്താ പ്രത്യേകത? രണ്ടിനും കോമൺ ബേസ് ആർ ക്യു ഉണ്ട്. പിന്നെ ഇതിന് പാരൽ ലൈൻസിന് ഇടയ്ക്കല്ലേ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ഇവിടെ ആർ ക്യു വന്നിട്ടുണ്ട്. ബിറ്റ്വീൻ ദ സെയിം പാരൽസ്. ഈ മൂന്ന് ട്രയാങ്കിൾസും പാരലൈൻസിന് ഇടയ്ക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ സെയിം ആവണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാ? ട്രയാങ്കിൾ ആർ എ ക്യു, ട്രയാങ്കിൾ ആർ ബി ക്യു. ഈ രണ്ടിന്റെയും ഏരിയ എന്തിന് ഈക്വൽ ആയിരിക്കും? പി ക്യു ആറിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ അവിടുന്ന് രണ്ട് ട്രയാങ്കിൾസ് കിട്ടി. ഏതൊക്കെയാ? ട്രയാങ്കിൾ ആർ എ ക്യു, ട്രയാങ്കിൾ ആർ ബി ക്യു. ഓക്കെ, ട്രയാങ്കിൾ ആർ ബി ക്യു. ഓക്കെ ആണല്ലോ? അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ വീണ്ടും പഴയ കാര്യങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ വരച്ചു ചേർത്തു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ചില ഭാഗങ്ങൾ ഒഴിവാക്കി കാണിക്കുന്നത്. ഇനി നിങ്ങൾ ഇനി നോക്കുമ്പോൾ നിങ്ങൾ ഇത്രയും ഭാഗം കൺസിഡർ ചെയ്യേണ്ട, ഇത്രയും ഭാഗം നിങ്ങൾ ചിന്തിക്കേണ്ട. ബാക്കിയുള്ളത് മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളത് നോക്കുമ്പോൾ പി ആറിന് പാരലായിട്ടല്ലേ ബി സി വരച്ചിരിക്കുന്നത്? അങ്ങനെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ട്രയാങ്കിൾ, ആ ചെറിയ ട്രയാങ്കിളിന്റെ സൈഡിന് പാരലായിട്ട് അടുത്ത വെർട്ടെക്സിലൂടെ വരച്ചിരുന്നത്. അപ്പം പി ആറും ബി സിയും അപ്പൊ എന്താണ്? പാരലാണ്. അതിൽ പി ആർ കോമൺ ബേസ് ആയിട്ട് വരുന്ന, തിരിച്ചു വെച്ച് നോക്കണമെന്നുള്ളതേ ഉള്ളൂ. ഇത് ബേസ് ആയിട്ട് വരുന്ന പി ആർ, ബേസ് ആയിട്ട് വരുന്ന പി ക്യു ആറിന്റെ ഒരു സൈഡ് പി ആർ ആണ്. അതുപോലെ പി ബി ആർ കണ്ടോ? പി ബി ആറിന്റെ ഒരു സൈഡ് പി ആർ തന്നെ അല്ലേ? അതുപോലെ പി സി ആർ അതിന്റെ ഒരു സൈഡ് പി ആർ അല്ലേ? അപ്പൊ ഇതിന് മൂന്നിനും കോമൺ സൈഡ് പി ആർ വന്നിട്ടുണ്ട്. അതിനെ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ബേസിന് പാരലൽ അല്ലേ ബി സി? ബാക്കി വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ മൂന്ന് വെർട്ടെക്സും ആ പാരലിനകത്തും അല്ലേ? അപ്പൊ വീണ്ടും തിയറം അപ്ലൈ ചെയ്തൂടെ? എന്ത് ചെയ്യുന്നു? ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് ബിറ്റ്വീൻ ദ സെയിം പാരൽസ് ഹാവ് ദ സെയിം ഏരിയ എന്ന് പറയാം. അത് ഏതൊക്കെയാ ട്രയാങ്കിൾ? ഒന്ന് ട്രയാങ്കിൾ പി ബി ആർ, ട്രയാങ്കിൾ പി ബി ആർ. അടുത്താണെങ്കിലോ ട്രയാങ്കിൾ പി സി ആർ. ഓക്കെ ആണല്ലോ? പി ബി ആറും പി സി ആറും. ഓക്കെ, ഇനി അടുത്ത മിക്കവാറും സെറ്റ് നിങ്ങൾ പറയും. കാര്യം വെച്ചാൽ ഓൾറെഡി ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഐഡിയ പിടികിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇനി ഒരെണ്ണം കൂടെ കൺസിഡർ ചെയ്യാനുള്ളൂ. അതേതാ? ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഏതിനൊക്കെയാ? പി ആറിനായി. ഇനി അടുത്ത ഏതാ? പി ക്യൂവിന് പാരലായിട്ടുള്ള നോക്കുക. പി ക്യൂവിന് പാരലായിട്ട് വേണ്ടിയിട്ടുള്ളത് ഞാൻ തൽക്കാലം ഇത്രയും ഭാഗം തൽക്കാലം ഒഴിവാക്കി നിർത്തി. ഇത്രയും നിങ്ങൾ തൽക്കാലം ഇപ്പൊ ഇനി നോക്കണ്ട. ഇത്രയും നോക്കാതെ നോക്കിയേ. പി ക്യൂവിന് പാരലായിട്ട് ഏതാ വരച്ചിരിക്കുന്നത്? എ സി വരച്ചിരിക്കുന്നു. അപ്പോ പി ക്യു കോമൺ ബേസ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾസ് പി എ ക്യു ഉണ്ട്, പി സി ക്യു ഉണ്ട്. പിന്നെ പി ക്യു ആർ ഓൾറെഡി അവിടെ ഉണ്ട്. പി ആർ ക്യു തന്നെയാണ് പി ക്യു ആർ. അപ്പൊ ഏതൊക്കെയാ അടുത്ത ട്രയാങ്കിൾസ് വരുന്നത്? ട്രയാങ്കിൾ പി എ ക്യു, ട്രയാങ്കിൾ പി സി ക്യു. ഇങ്ങനെ ഇതിന് ഈക്വൽ ഏരിയ ഉള്ള എത്ര ട്രയാങ്കിൾസ് കിട്ടി? 6 ട്രയാങ്കിൾസ് ഇപ്പൊ ഓൾറെഡി കിട്ടി നമുക്ക്. ഓക്കെ ആണല്ലോ? 6 ട്രയാങ്കിൾസ് കിട്ടി. ഈ പറഞ്ഞ 6 ട്രയാങ്കിൾസിൽ ഒന്നുപോലും ഈ കാര്യം ഒത്തിരി വ്യത്യാസമുണ്ട്. കാര്യം ആംഗിൾസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വേരിയേഷൻ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ ട്രയാങ്കിൾസ് ഒന്നും പി ക്യു ആറിന് ഈക്വൽ ആണോ? ഈക്വൽ അല്ലെങ്കിൽ മെഷർമെന്റ്സ് സെയിം ആണോ? അല്ല. അപ്പൊ ഈ പറഞ്ഞ ഇത്രയും ട്രയാങ്കിൾസിന്റെ ഏരിയ പി ക്യു ആറിന് ഈക്വൽ ആണ്. പക്ഷെ അതിന്റെ മെഷർമെന്റ്സ് എന്തിന് ഈക്വൽ അല്ല. കാരണം നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോഴേ മനസ്സിലാവും അല്ലെ? കാരണം ഈ ലെങ്ത് ഒക്കെ എത്രയും കൊണ്ട് നീട്ടിയാ വരച്ചിരിക്കുന്നത്. അപ്പൊ ഒത്തിരി വേരിയേഷൻ ഉണ്ട്. ആംഗിൾസ് ഒക്കെ താണ്ട് ഇവിടുത്തെ ആംഗിൾ നേരെ പകുതിയല്ല, ചിലപ്പോൾ അത് എന്തായാലും ഇതിനേക്കാൾ കുറവായിട്ട് അടുത്ത ആംഗിൾ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മെഷർമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് ആവും. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന 6 ട്രയാങ്കിൾസിന്റെ ഏരിയ സെയിം ആണെങ്കിലും പി ക്യു ആറിന്റെ മെഷർമെന്റ്സുമായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ ആണല്ലോ? അതവിടെ നിൽക്കട്ടെ. ഇനി ഇത്രയുള്ളൂ നമ്മുടെ ആൻസർ അല്ല. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഞാൻ തൽക്കാലം ഇനി കുറച്ചും കൂടെ കൂടുതൽ ഭാഗങ്ങൾ ഒഴിവാക്കാൻ പോവാം. ഞാൻ ഇത്രയും പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗറിൽ വെച്ച് പറയുന്നതും നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾ ഇതേ ഫിഗർ തന്നെയാണ്. അതിനകത്ത് ഇത്രയും ഭാഗം നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കണം. ശരിക്കും പറഞ്ഞ ഇത്ര ഞാനും ഒഴിവാക്കി. ശരിക്കും ഇത്രയല്ല, ഇതും കൂടെ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഞാൻ അവരെ ഫിഗർ വീണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പാടാം. ഇപ്പൊ നോക്കിയേ, നമ്മുടെ ഓൾറെഡി ഫിഗറിനകത്ത് ഉള്ളായിരുന്നു. നിങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. ഞാൻ ഈ ബോർഡിൽ നിന്ന് മായ്ച്ച കാര്യങ്ങൾ ശരിക്കും ഫിഗറിനകത്തുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത്രേ ഒഴിവാക്കി നിങ്ങൾ ഇത് മാത്രമാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ഇതും, അതായത് പി ക്യൂന് പാരലായിട്ടാണ് എ സി വരച്ചിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പി ക്യു പാരൽ എ സി ആണെങ്കിൽ എ ആർ അതിന്റെ ഭാഗമാണ്. എ ആർ പി ക്യൂന് പാരലായിരിക്കത്തില്ലേ?
അതുപോലെ QR പാരലായിട്ട് നമ്മൾ AB ആദ്യം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ഭാഗവും തീർച്ചയായും നോക്കിയേ, ഒരു ലൈനിന് പാരലായിട്ട് ഞാൻ ഇത്രയും ഒരു ലൈൻ വരച്ചു എങ്കിൽ ഇത്രയും ഭാഗം മാത്രം അതിന് പാരലായിരിക്കത്തില്ലേ? ആയിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്താലും എന്ത് തന്നെയായിരിക്കും? പാരലായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ APയും QR എന്താണ്? പാരലാണ് എന്ന് പറഞ്ഞാൽ ഈ കോഡിലാറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ്, 2 pairs ഓഫ് ഓപ്പോസിറ്റ് സൈഡ് അപ്പൊ എന്താണ്? പാരലാണ്. അങ്ങനെയുള്ള കോഡിലാറ്ററിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? പാരലോഗ്രാം. എന്താ വിളിക്കുന്നത്? പാരലോഗ്രാം. കഴിഞ്ഞ വർഷം 8th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എന്നുള്ള നിങ്ങൾ ആ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡയഗണൽ വരയ്ക്കുമ്പോൾ കിട്ടുന്ന 2 ട്രയാങ്കിൾ എന്തൊരു ട്രയാങ്കിളാ? ഈക്വൽ ട്രയാങ്കിൾസ് ആ, കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആ. കോൺഗ്രുവന്റ് ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, എല്ലാ കാര്യങ്ങളും ഈക്വൽ ആയിരിക്കും. അതിന്റെ ഏരിയ, പെരിമീറ്റർ, ആംഗിൾസ്, സൈഡ്സ് എന്ന് വേണ്ട, അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോപ്പർട്ടീസും എന്ത് ചെയ്യുന്നുണ്ട്? സെയിം ആയിട്ട് വരും. കാര്യം ഒരു ട്രയാങ്കിൾ അതുപോലെ എടുത്ത് വെച്ചേക്കാം, അതിന്റെ സെയിം അതിന്റെ എന്ത് ചെയ്യുന്നുണ്ട്? സിറോക്സ് കോപ്പി നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന്റെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ട്രയാങ്കിൾസ് എന്ത് ചെയ്യുന്ന വരച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും ഒരേ സൈസ് ആണ്, ഒരേ കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇവയുടെ ഏരിയ സെയിം ആണ്. കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞ മറ്റൊരു ചോദ്യത്തിനും കൂടെ ആൻസർ ആവും. അതുകൊണ്ട് അതിനെ ഞാൻ സെപ്പറേറ്റ് നിർത്തുന്നു. എന്ത് ചെയ്യുന്നുണ്ട്? 7ാമത്തെ ട്രയാങ്കിൾ ആയിട്ട് PQRന് ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ എന്ത് കിട്ടും? ട്രയാങ്കിൾ PAR കിട്ടും. എന്ത് കിട്ടും? ട്രയാങ്കിൾ PAR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. ഓക്കെ ആണല്ലോ. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ ഒന്ന് കണക്ട് ചെയ്തു. ഞാൻ അകത്തെ ലൈൻസ് ഒന്നും ഇനി വരയ്ക്കുന്നത് ശരിക്കും നമുക്ക് അതിന്റെ ആവശ്യമില്ല. അകത്തെ ലൈൻസ് ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇനി ഇത്രയും ഭാഗം ഒന്ന് മാറ്റി നിർത്തി നോക്കിയേ. ഇത്രയും ഭാഗം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും അടുത്ത പാരലോഗ്രാം കിട്ടുന്നു. അവിടെ ഒരെണ്ണം PQR ആണ്. അപ്പൊ അതിന് ഈക്വൽ ഏരിയ ഉള്ള എന്ത് ചെയ്യുന്നുണ്ട്? PBR വരും. 8ാമത്തെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ PBR വരും. ഇനി ഒരെണ്ണം കൂടെ കിട്ടും. അടുത്ത പാരലോഗ്രാം ഇതിനെ മാറ്റി നിർത്തിയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പാരലോഗ്രാം കിട്ടും. അപ്പോഴും ഇവിടെ ഒരു PQR വരുന്നുണ്ട്. ആ PQRന് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? QCR വരും. അപ്പോ 9ാമത്തെ ട്രയാങ്കിൾ ആയിട്ട് ട്രയാങ്കിൾ QCR. അപ്പൊ നോക്കിയേ, PQRന് ഈക്വൽ ഏരിയ ഉള്ള എത്ര ട്രയാങ്കിൾസ് കിട്ടി? 9 ട്രയാങ്കിൾസ് കിട്ടി. എത്ര ട്രയാങ്കിൾസ് കിട്ടി? 9 ട്രയാങ്കിൾ. ആ 9 എണ്ണത്തിലെ 3 ട്രയാങ്കിൾ, അതായത് ഈ 7, 8, 9 എഴുതിയ ഈ 3 ട്രയാങ്കിളിന്റെ ഏരിയ മാത്രമല്ല ഈക്വൽ ആവുന്നത്, പിന്നെന്താണ്? അവയുടെ മെഷർമെന്റ്സ് കൂടി PQRന് ഈക്വൽ ആവും. ബാക്കി ആദ്യത്തെ 6 ട്രയാങ്കിൾസിന്റെ ഏരിയ PQRന് ഈക്വൽ ആണ്. പക്ഷെ മെഷർമെന്റ്സ് ഈക്വൽ ആണോ നിർബന്ധമൊന്നുമില്ല, മിക്കവാറും ആയിരിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഈ 3 ട്രയാങ്കിൾ നമുക്ക് ഉറപ്പിച്ച് പറയാം ഏരിയയും ഈക്വൽ ആണ്, മെഷർമെന്റ്സും ഈക്വൽ ആണ്. കാര്യം എന്താ? ഈ 3 ട്രയാങ്കിൾസും PQRന് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ്. വ്യക്തമായോ? ഇത്തിരി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ആൻസറുകൾ പിടികിട്ടിയല്ലോ. ശരി, ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്ററിലെ ഈ സെക്ഷന്റെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകണം. അപ്പം ട്രയാങ്കിൾസിന്റെ ഈ സെക്ഷൻ എന്താ പറയുന്നത്? 2 ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് വരയ്ക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഒരു ഫെയർ പിക്ചറിന്റെ ഒന്നും ആവശ്യമില്ല. അതിനകത്തെ മെഷർമെന്റ്സ് ഒന്ന് 4 സെന്റിമീറ്റർ, ദെൻ 3 സെന്റിമീറ്റർ. ഇവിടുത്തെ ആംഗിൾ 50 ഡിഗ്രി. ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 4, 3, 130. ഫോർ സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 130 ഡിഗ്രി. ഈ 2 ട്രയാങ്കിൾ എന്താണെന്ന് തെളിയിക്കണം. ഈക്വൽ ഏരിയ ഉള്ളത്. ഞാൻ ഇവിടെ ഒരു ABC കൊടുത്തു, ഇവിടെ ഒരു PQR എന്നും കൊടുത്തു. ഈ 2 ട്രയാങ്കിൾ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം 2 സൈഡ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെന്നേ ഉള്ളൂ. ആംഗിൾസ് ഡിഫറെന്റ് ആണ്. ട്രയാങ്കിൾ അപ്പൊ ട്രയാങ്കിളിന്റെ 2 സൈഡ്സിന് ഇടയ്ക്കുള്ള ആംഗിൾസ് ഈക്വൽ ആയിരുന്നെങ്കിൽ ട്രയാങ്കിൾ എന്ത് ചെയ്യാനെ? ഈക്വൽ ട്രയാങ്കിൾസ് ആണ് SAS ക്രൈറ്റീരിയ വെച്ചിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 2 ട്രയാങ്കിൾസ് എന്താണ്? ഡിഫറെന്റ് ട്രയാങ്കിൾസ്. പിന്നെ കാണുമ്പോൾ അറിയാം ഈ ട്രയാങ്കിൾ എന്താ? ഒരു അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിളും ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളും ആണ്. അപ്പൊ ട്രയാങ്കിൾ ഈക്വൽ അല്ല. ഈക്വൽ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പറയാമായിരുന്നു ഏരിയ ഈക്വൽ ആണ്. വേറെ ഒരു കണ്ടീഷനും പറയാതെ അവര് പറഞ്ഞേക്കാണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആവണം. എങ്ങനെ തെളിയിക്കും? കുറേ സ്റ്റെപ്പുകളുണ്ടോ? ഒന്നുമില്ല കേട്ടോ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കി മനസ്സിലാക്കാനുള്ള കാര്യമാണ്. ഇത് ജസ്റ്റ് ലോജിക്കാണ്. അത് വലിയ നമ്മൾ പഠിച്ച തിയറത്തിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇവിടെ നമുക്ക് പാരലോ കാര്യങ്ങളോ ഒന്നും വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് മെത്തേഡ് ഉണ്ടാക്കാതിരിക്കും. പക്ഷെ ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നോക്കി നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം, ഇവിടെ നമുക്ക് അതിനുള്ള ശരിക്കും ഈ തന്നിരിക്കുന്ന മെഷർമെന്റ്സ് എല്ലാം അതിനുള്ള ഹിന്റാണ്. ഇവിടെ 4 തന്നിട്ടുണ്ട്, 3 തന്നിട്ടുണ്ട്.
ഈ ആംഗിൾ 50 ഡിഗ്രിയും ആംഗിൾ 130 ഡിഗ്രിയും അത് വളരെ ഇമ്പോർട്ടന്റ് റോൾ ഇതിനകത്തുണ്ട്. എന്താണ് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്? ഞാൻ തൽക്കാലം, അതായത് ഇതും നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ, പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ 130 ഈ പറഞ്ഞിരിക്കുന്ന മെഷർമെന്റ് നിങ്ങൾ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുക, ഈ പറഞ്ഞിരിക്കുന്ന മെഷർമെന്റിലും ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുക. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന പ്രോസസ് ഇനി ചെയ്തു നോക്കുക. അന്നേരം നിങ്ങൾക്ക് ആ പ്രത്യേകത മനസ്സിലാവും. ഞാൻ ആ ചെയ്യേണ്ട പ്രോസസ്, ഞാൻ ഫസ്റ്റ് ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ അതുപോലെ അങ്ങ് നിർത്തി. പി ക്യു ആർ ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്റർ, ഇത് എത്രയാണ് 130 ഡിഗ്രി. ഓക്കെ ആണോ? എന്നിട്ട് എ ബി സിയുടെ എ ബി എന്ന് പറയുന്ന സൈഡ് കണ്ടോ നിങ്ങൾ? എ ബി സിയിലെ എ ബി എന്ന് പറയുന്ന സൈഡ് അത് എത്ര സെന്റിമീറ്ററാ? 3 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ അത് കൃത്യമായിട്ട് പി ക്യൂവിനോട് ചേർന്നിരിക്കത്തില്ലേ? ഇരിക്കുവോ? ഞാനത് കൊണ്ടുവന്നാണ്ട് ഇങ്ങനെ വെക്കുകയല്ല, നേരെ മറിച്ച് ഈ ട്രയാങ്കിൾ ഒന്ന് തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എ ബിയിലെ എന്ത് ചെയ്യുന്നുണ്ട്, സി എന്ത് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റിലോട്ട് മാറ്റാണ്. സി ലെഫ്റ്റിലോട്ട് മാറ്റിയിട്ട്, അതായത് നേരെ ഈ ട്രയാങ്കിള് ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 180 ഡിഗ്രി ഇങ്ങോട്ട് അങ്ങ് തിരിച്ച് ട്രയാങ്കിൾ ഏതാണ്ട് ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. വെക്കുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരാം, സംഭവം പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും ഈ 3 സെന്റിമീറ്റർ കൃത്യമായിട്ട് ചേർന്നിരിക്കും. കാര്യം ആ എ എടുത്തിട്ട് ഞാൻ എവിടെ വെച്ചു, പിയോട് ചേർത്ത് വെച്ചു. ഈ എ എന്ന് പറയുന്ന വെർട്ടെക്സ് ഈ ട്രയാങ്കിളിന്റെ പിയോടും ഈ ബി എന്ന് പറയുന്ന വെർട്ടെക്സ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യൂവിനോടും ചേർത്ത് വെച്ചു. ഓക്കെ ആണല്ലോ? ഇപ്പോഴും നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വലിയ മെത്തേഡോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, അങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ഇവിടുത്തെ ആംഗിൾ വെച്ചാൽ ആംഗിൾ ബി അല്ലേ വരുന്നത്? ഇവിടാണ് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ വരുന്നത്. ആ ആംഗിൾ ബി എത്രയാ? 50 ഡിഗ്രി അല്ലേ? അപ്പൊ ഇവിടെ ശരിക്കും 50 ഡിഗ്രിയാ. നിങ്ങൾ ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 130 പ്ലസ് 50 എത്ര കിട്ടും? 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 180 ഡിഗ്രി. ഈ 180 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നത് എന്തോ ഉദ്ദേശിക്കുന്നത്? 130 50 180 നമ്മുടെ ലീനിയർ പെയറാ. ലീനിയർ പെയർ ഫോം ചെയ്താൽ താഴെയുള്ള ഈ സംഭവം എന്തോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്, അപ്പൊ ഇവിടുന്ന് വളഞ്ഞൊന്നും പോകത്തില്ല. ഇത് എങ്ങനെ നിക്കത്തുള്ളൂ? ഇത് ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങ് പോരും, ഇങ്ങോട്ടൊരു 4 സെന്റിമീറ്റർ സ്ട്രെയിറ്റ് ആയിട്ട് പോരും. എന്ന് പറയുന്നത് ഈ ലൈൻ ഇവിടുന്ന്, ഞാൻ സി അല്ലേ വരുന്നത്, സി ആർ എന്ന് പറയുന്ന ഈ ലൈൻ ഒരു ഒറ്റ ലൈൻ ആയിരിക്കും മൊത്തത്തില്. ഇനി നിങ്ങൾ നോക്കി, അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഹൈറ്റ് വരയ്ക്കാന്നിരിക്കട്ടെ. അത് ഈ പറഞ്ഞ 3 ട്രയാങ്കിൾ ഏതൊക്കെയാ? എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിള്, അതുപോലെ പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, പിന്നെ ഈ വലിയ ട്രയാങ്കിള്. ഈ 3 എണ്ണത്തിന്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം ആയിട്ട് വരും. ഇനി അതിന്റെ ആദ്യത്തെ ഈ ഹൈറ്റ് എച്ച് ആയെന്നിരിക്കട്ടെ. അപ്പോ പി ക്യു ആറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു അതിന്റെ ബേസ് ഏതാ? 4 അല്ലേ? അപ്പൊ ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു എച്ച് എന്ന് വരും. അടുത്തതിന്റെ ഏരിയോ അവിടെയും ബേസ് സെയിം ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, അപ്പൊ എന്തൊക്കെയായിരുന്നു? ഈ ബേസ് സെയിം ആയത് ഒരു കാര്യമാണ്. ഈ ചേർന്നിരിക്കാൻ വേണ്ടി ഇവിടെ 3 കൊണ്ടുവന്നത് ഒരു കാര്യമാണ്. ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്ന് ഹൈറ്റ് സെയിം ആക്കാൻ വേണ്ടി ഈ 2 ആംഗിള് സപ്ലിമെന്ററി ആയി കൊടുത്തത്, അതായത് സമ്മ് 180 ആയിട്ട് കൊടുത്ത ഒരു കാരണമാണ്. ഈ കാരണത്താൽ ഈ 2 ട്രയാങ്കിൾസിന്റെയും നോക്കിയ അവിടെ ബേസ് 4 സെയിം ആയിട്ട് വന്നു, ഹൈറ്റും സെയിം ആയിട്ട് വന്നു. ഒരു ട്രയാങ്കിളിനെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ബേസും ഹൈറ്റും മാത്രമാണ്. ഇത് സെയിം ആണോ? ട്രയാങ്കിളിന്റെ ഏരിയ സെയിം ആണ്. ഇനി എവിടൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ വന്നാലും ഇവിടെ ബേസ് രണ്ടിടത്തും 4 ആയിട്ട് വന്നു. ഏതൊക്കെയാ 2 ട്രയാങ്കിൾ? നിങ്ങൾ വലിയ ട്രയാങ്കിൾ നോക്കണ്ട, ആ കൊച്ചു 2 ട്രയാങ്കിൾസ് ഏതൊക്കെയാ? ആ പി ക്യു ആർ എന്ന ട്രയാങ്കിളും എ ബി സി എന്ന ട്രയാങ്കിളിനകത്തെയും ബേസ് രണ്ടിടത്തും എന്ത് ചെയ്യുന്നുണ്ട്? 4 വന്നു. ഹൈറ്റ് സെയിം ആവുള്ള കാര്യം ഇത് കൃത്യമായിട്ട് ചേർന്നിരുന്ന് ഒരൊറ്റ ബേസ് ആയിട്ട് മാറുന്ന രീതിയിലും കണ്ടു. ഓക്കെ ആണല്ലോ? അപ്പൊ ബേസും ഹൈറ്റും സെയിം ആയി വന്നതുകൊണ്ട് ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈക്വൽ ആണ്. നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ശരിക്കും ഈ ക്വസ്റ്റിനും ഇതിന്റെ തൊട്ട് മുൻപുള്ള ക്വസ്റ്റിനും ശരിക്കും നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ലാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. നമ്മൾ വെച്ചാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ കാര്യങ്ങൾ അനലൈസ് ചെയ്ത്, ഇവിടെ നമുക്ക് തിയറിയേക്കാൾ കൂടുതൽ പ്രാധാന്യം ആ ഡേറ്റയെ നമ്മളെ എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടോ ഒന്ന് ഒരു കറക്റ്റ് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് എങ്ങനെ കൃത്യമായി ആൻസറിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. വളരെ നല്ല ചില ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു ടോപ്പിക്കില് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.